Hi friends, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഷവോമി വളരെ അഗ്രസീവായി പ്രൈസ് ചെയ്തിറക്കിയ ഒരു മോഡലാണ് Redmi 9i. ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഓരോ ക്യാമറ വീതമാണ് ഈ ഒരു ഡിവൈസിനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് Redmi 9iയുടെ ക്യാമറ റിവ്യൂ ആണ്. നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലും കുറേ ഇമേജ് സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വൈകിപ്പിക്കുന്നില്ല, Redmi 9iയുടെ ക്യാമറ റിവ്യൂ കാണാം. Redmi 9iയിൽ ബാക്ക് സൈഡിൽ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണുള്ളത്. ഈ ക്യാമറ വെച്ച് ഡേ ലൈറ്റിൽ നല്ല ചിത്രങ്ങളാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫോട്ടോസിൽ നല്ല ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ ഇമേജ് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ എക്സ്പോസ്ഡ് ഇമേജസ് ഒന്നുമല്ല നമുക്ക് ലഭിക്കുന്നത്. നൈറ്റ് അല്ലെങ്കിൽ ലോ ലൈറ്റിൽ അത്യാവശ്യം നല്ല ഇമേജസ് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റിയാണ് എടുത്ത ഫോട്ടോസിനുള്ളത്. ഓവറോൾ നല്ല ക്വാളിറ്റി ഇമേജസ് റിയർ ക്യാമറ വെച്ച് നമുക്ക് എടുക്കുവാനായിട്ട് 9iയിൽ സാധിക്കുന്നുണ്ട്. പ്രൈസിനുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 5 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് Redmi 9iയുടെ ഫ്രണ്ട് സൈഡിലുള്ളത്. ഫ്രണ്ട് ക്യാമറ വെച്ച് നല്ല ഹെവി ഇമേജസ് ആണ് എടുക്കാൻ സാധിച്ചത്. വെറും 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് Redmi 9iയിലുള്ളൂ. എന്നിരുന്നാലും നല്ല പെർഫോമൻസ് ആണ് ക്യാമറ കാഴ്ചവെക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ വളരെ മികച്ച ചിത്രങ്ങളാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചത്. ലോ ലൈറ്റിലായാലും നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ലോ നോയ്സാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലെ ഇമേജസിന് കാണാനായിട്ട് സാധിച്ചത്. ഓവറോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് നല്ല ഇമേജാണ് എടുക്കാൻ സാധിച്ചത്. വളരെ മികച്ച ഫ്രണ്ട് ക്യാമറ തന്നെയാണ് Redmi 9iയിലുള്ളത്. റിയർ ക്യാമറ വെച്ച് നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചില്ല. നമ്മൾ കുറേ ശ്രമിച്ചെങ്കിലും ഫുള്ള് ബ്ലറായിട്ടാണ് വന്നത്. ഈ ഇഷ്യൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഷവോമി ഫിക്സ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില ഡിവൈസുകളിലൊക്കെ അങ്ങനെ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉള്ളത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ക്ലിയർ ആവാറുണ്ട്. നമ്മളിവിടെയും റെഡ്മിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു അപ്ഡേറ്റിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വെച്ചാണ് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ വളരെ മികച്ച ചിത്രങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് Redmi 9iയിൽ സാധിക്കുന്നതാണ്. കളേഴ്സൊക്കെ നാച്ചുറലാണ്. അതുമാത്രമല്ല എഡ്ജ് ഡിറ്റക്ഷൻ വളരെ നല്ലതാണ്. വളരെ മികച്ച പോർട്രേറ്റ് ഇമേജസ് എടുക്കുവാനായിട്ട് നമുക്ക് Redmi 9iയിൽ എന്തായാലും സാധിക്കും. റിയർ ക്യാമറയിലെ പോർട്രേറ്റ് മോഡിലെ ഇഷ്യൂ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ വീഡിയോ മോഡിലേക്ക് വരാണെങ്കിൽ Redmi 9iയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ടെക്നോളജികളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് വീഡിയോയിൽ Redmi 9iയിൽ ലഭിക്കുന്നത്. 180p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 180p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. ഫ്രണ്ട് ക്യാമറ വെച്ച് ലോ ലൈറ്റിലും ഡേ ലൈറ്റിലും നല്ല വീഡിയോസാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചത്. ഡേ ലൈറ്റിൽ വളരെ മികച്ച ഹെവി വീഡിയോസാണ് നമുക്ക് Redmi 9iയിൽ എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ലോ ലൈറ്റിലായാലും ലോ നോയ്സാണ് വീഡിയോയിലുള്ളത്. അത് വളരെ വലിയൊരു പ്ലസ് പോയിൻ്റാണ് Redmi 9iയുടെ. റിയർ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഡേ ലൈറ്റിൽ നല്ല വീഡിയോസാണ് എടുക്കാൻ കഴിഞ്ഞത്. ലോ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോസിൻ്റെ കാര്യത്തിൽ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ആക്സെപ്റ്റബിൾ ക്വാളിറ്റിയാണ് നമുക്ക് ലോ ലൈറ്റ് വീഡിയോസിൻ്റെ കാര്യത്തിൽ അനുഭവപ്പെട്ടത്. എന്തായാലും ഓവറോൾ നല്ല വീഡിയോ ക്വാളിറ്റിയാണ് ഫ്രണ്ടിലാണെങ്കിലും ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് Redmi 9iയിൽ കിട്ടുന്നത്. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുവിധം ക്വാളിറ്റിയുള്ള ഇമേജസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. റിയർ ക്യാമറയിൽ പോർട്രേറ്റ് മോഡിൻ്റെ ഇഷ്യൂ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓവറോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് തന്നെയാണ് എല്ലാ മോഡുകളിലും നമുക്ക് Redmi 9iയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ലോ ലൈറ്റിൽ വളരെ കുറഞ്ഞ നോയ്സാണ് നമുക്ക് ക്യാമറ സാമ്പിൾസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതും വളരെ വലിയൊരു പോസിറ്റീവാണ് Redmi 9iയുടെ. അതുപോലെ തന്നെ നല്ല വീഡിയോസും നമുക്ക് Redmi 9iയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും റിയർ ക്യാമറയിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് തന്നെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ Redmi 9iയുടെ ക്യാമറ ഒരുവിധം നല്ലൊരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. Redmi 9iയുടെ മറ്റ് റിവ്യൂകളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ